God has made everything beautiful and said that it is good. Suppose a beautiful girl is walking in the street, is it wrong to look at her? Let's read Matthew 5 and verse 28. നമുക്ക് മത്തായി 5:28 വാക്യം വായിച്ചു നോക്കാം. It says, a man who looks at a woman with lust commits adultery in his heart with her. ആ വാക്യം ഇപ്രകാരം പറയുന്നു: ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. So my friends, we see when we look at a beautiful girl with lust. ആകയാൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നാം മോഹത്തോടെ ഒരു ഭംഗിയുള്ള പെൺകുട്ടിയെ നോക്കുകയാണെങ്കിൽ The Bible says we commit adultery. നാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. That's why we have 1 Timothy 4 and verse 12, which says, അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 4:12 വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, we must our words and our conduct must be pure and an example to others. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. They must be pure. നാം വിശുദ്ധരായിരിക്കണം. We just can't go on looking and enjoying beautiful girls or boys who walk past by. നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സൗന്ദര്യമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നാം നോക്കരുത്. Shall we just say a word of prayer committing us to God? നമുക്കിപ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Loving Lord Jesus, സ്നേഹവാനായ യേശുക്രിസ്തുവേ, at this tough time, Lord, ഈ കഠിനമായ സന്ദർഭങ്ങളിൽ where we can't control our lust, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഡമോഹം നിയന്ത്രിക്കുവാൻ സാധിക്കാതെയാകുമ്പോൾ, when we are finding it very hard to control ourselves, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടുമ്പോൾ, to restrict ourselves from evil, പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ നിയന്ത്രിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെയാകുമ്പോൾ, send your strength upon us, Lord. അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. And let us be strong enough to resist evil ഞങ്ങൾ പൈശാചിക ശക്തികളെ തടഞ്ഞു നിർത്തുവാൻ ശക്തരായി തീരട്ടെ from this moment. ഈ നിമിഷം മുതൽ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ஆறுதல் வழங்கினார். அவரது இந்த மகத்தான ஊழியம் தொடர தேவதாசர்களை தெரிந்து கொண்டார். மக்களுக்கு